അതിൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, നസ്രാണി കലകൾ. 2 നസ്രാണി വിഭവങ്ങൾ. 3 നസ്രാണി മത്സരങ്ങൾ. ഈ നസ്രാണി വിഭവങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ 5 സോണുകളും 5 സ്റ്റോളുകൾ സെറ്റപ്പ് ചെയ്തിരുന്നു. ഞാൻ ഓർക്കുന്ന ഒരു സോണിൽ നിന്ന് 200-ലധികം വിഭവങ്ങളാണ് നമ്മൾ നസ്രാണികളുടേതായിട്ട് ഇവിടെ പ്രദർശിപ്പിച്ചതും വിൽപ്പനയ്ക്ക് തയ്യാറായതും. നിങ്ങൾക്കറിയാം, പിടി കോഴി ഒരു നസ്രാണി വിഭവമാണ്, അവലോസുണ്ട ഒരു നസ്രാണി വിഭവമാണ്, ചുരുട്ട് ഒരു നസ്രാണി വിഭവമാണ്, അല്ലെങ്കിൽ പുളിയിഞ്ചി ഒരു നസ്രാണി വിഭവമാണ്, വട്ടയപ്പം, കള്ളപ്പം, ഇതെല്ലാം നസ്രാണി വിഭവങ്ങളാണ്. കപ്പ, തകത്ത് കപ്പ, പച്ചക്കപ്പ, ഉണക്കുകപ്പ തുടങ്ങിയ വിഭവങ്ങൾ, അല്ലെങ്കിൽ മീൻ കറി, അത് പ്രത്യേക വിഭവങ്ങൾ. അങ്ങനെ 200-ലധികം വിഭവങ്ങളാണ് നസ്രാണി വിഭവശാലയിൽ പ്രദർശിപ്പിച്ച് അവർ സമ്മാനാർഹരായത്. അങ്ങനെ 5 സോണുകളും ഇഞ്ചോടിഞ്ച് പൊരുതിയാണ് ഇത്തരത്തിലുള്ള മത്സരങ്ങൾ ക്രമീകരിച്ച് വളരെ മനോഹരമായിട്ട് ഈ വിഭവങ്ങളെല്ലാം അവർ സെറ്റ് ചെയ്തു. അമ്മമാരുടെ ദിനരാത്രങ്ങളുടെ അധ്വാനമാണ്. പലതരം അച്ചാറുകൾ, പലതരം സ്ക്വാഷുകൾ, ജാമുകൾ എല്ലാം അവർ ഇവിടെ പ്രദർശിപ്പിക്കുകയുണ്ടായി. അന്നേരം ഇത് തീർച്ചയായിട്ടും നമ്മുടെ നസ്രാണി വിഭവങ്ങൾ, നാടൻ നസ്രാണി വിഭവങ്ങളുടെ ഒരു ഭക്ഷണ രീതി തന്നെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. മറ്റൊന്നിനുമല്ല, ഇന്ന് രോഗാതുരമായ ഈ സമൂഹത്തിൽ ആരോഗ്യ മേഖല വല്ലാണ്ട് നമ്മളെ വളരെ ഭയാനകമായി ഭീഷണിപ്പെടുത്തുമ്പോൾ ഇത്തരത്തിലുള്ള നാടൻ വിഭവങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ മനുഷ്യൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നാടൻ വിഭവങ്ങൾ, ഈ നാടൻ വിഭവങ്ങൾക്ക് പുറമെ ജങ്ക് ഫുഡുകൾക്ക് പുറമേലേക്കുള്ള ആകർഷണങ്ങളാണ് മനുഷ്യനെ ക്യാൻസറായിട്ടും അല്ലെങ്കിൽ മറ്റ് മാരക രോഗങ്ങളായിട്ടും ഇന്ന് പിടികൂടി അവനെ വല്ലാണ്ട് സങ്കടത്തിലും ദുഃഖത്തിലും ആക്കുന്നു. നിങ്ങളൊരു കുടുംബത്തിലൊരു മാരക രോഗി ഉണ്ടെങ്കിൽ ആ കുടുംബം മുഴുവൻ അതിന് പിറകെയാണ്. മാനസികമായും ശാരീരികമായും എല്ലാം അവർ തളരുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ നസ്രാണി വിഭവങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും പ്രോത്സാഹിപ്പിക്കേണ്ടത് ഒരു അനിവാര്യതയാണെന്ന് ഞാൻ സമൂഹത്തോട് ഇപ്പോൾ ഏറ്റുപറയുകയാണ്. നിങ്ങൾ ഈ വീഡിയോ ഞാൻ സംസാരിക്കുമ്പോൾ തന്നെ ഈ 5 സ്റ്റോളുകളിലും പ്രദർശിപ്പിച്ച വൈവിധ്യമാർന്ന വിഭവങ്ങൾ, രുചികരമായ വിഭവങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കാണും. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.
ചെറുപുഴ ചിറ്റാരിക്കൽ റോഡിൽ പുതിയ പാലത്തിന് സമീപം മിതമായ നിരക്കിൽ റൂമുകൾ വാടകയ്ക്ക്. ആധുനിക സൗകര്യത്തോടു കൂടിയ റൂമുകൾ, പുഴയുടെ മനോഹര കാഴ്ച കണ്ട് ടൗണിന്റെ ബഹളങ്ങളിൽ നിന്നും മാറി താമസിക്കാൻ ഏറ്റവും അനുയോജ്യമായ മുറികൾ. തട്ടാപ്പറമ്പിൽ ടൂറിസ്റ്റ് ഹോം, ചെറുപുഴ.